നമസ്കാരം. ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. നമ്മൾ ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി ക്ലാസ്സുകൾ, ബി ക്ലാസ് സൂപ്പർവൈസറിൻ്റെ തിയറി ക്ലാസ്സുകൾ പുതിയ ബാച്ച് 15/1/2024 നമ്മൾ തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസർ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നമ്മൾ 15/1/2024 തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നിലവിൽ ബി ക്ലാസ് സൂപ്പർവൈസറി തിയറി ക്ലാസ്സുകൾ നടക്കുന്നത് ചെർപ്പുളശ്ശേരി, അടയ്ക്കാപ്പുത്തൂർ, അതേപോലെ പെരിന്തൽമണ്ണ, രാമനാട്ടുകര, ചങ്ങരംകുളം, തൃശ്ശൂർ. അതേപോലെ തന്നെ തിയറി ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ നടന്നിട്ടുള്ളത് എറണാകുളം, അതേപോലെ തന്നെ തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 15-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമുക്ക് എല്ലായിടത്തും സെൻറ്ററുകളായിട്ടുണ്ട്. അത് നമ്മൾ ഫെബ്രുവരിയിൽ ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലോട് കൂടിയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആദ്യം ആരംഭിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ബി ക്ലാസ് സൂപ്പർവൈസർ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് 15/1/2024 തന്നെയാണ്. അത് നിലവിൽ നേരിട്ടുള്ള ക്ലാസ്സുകളാണ് ആരംഭിക്കുന്നത്. നിലവിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ തിയറി ക്ലാസ്സിൻ്റെ ഫെബ്രുവരി മുതൽ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ തിയറി ടൈം ടേബിളും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ടൈം ടേബിളും കാര്യങ്ങളും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തിയറി ക്ലാസ്സിന് അഡ്മിഷൻ എടുത്തവരോട്, അതേപോലെ തന്നെ ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസമാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. അതായത് എല്ലാ വർഷങ്ങളിലും ലൈസൻസിങ് ബോർഡ് ഡിസംബർ മാസത്തിലാണ് പരീക്ഷ നടത്താറ്. ഓക്കെ, പക്ഷേ കൊറോണയ്ക്ക് ശേഷം അവർക്കത് ഡിസംബർ മാസത്തിൽ നടത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷം, അതായത് 2022 ഡിസംബറിൽ നടത്തേണ്ട പരീക്ഷ അവർ 2023 സെപ്റ്റംബർ 2 നടത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായും അടുത്ത പരീക്ഷ നമ്മൾ ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത്, ക്ലാസ്സുകൾ നമ്മൾ 6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഉണ്ടാവും. ആ സമയപരിധിക്കുള്ളിൽ നോട്ടിഫിക്കേഷൻ വന്നില്ല എങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യും. ദെൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 3 മാസത്തെ ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ ടോട്ടൽ 9 മാസങ്ങളിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അതേപോലെ തന്നെ മിനിമം 4 മോഡൽ എക്സാമുകൾ നമ്മൾ നടത്തുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറയുന്നത് പോലെ പഠിക്കാൻ തയ്യാറാവുക. അതേപോലെ തന്നെ നിലവിലെ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ പാസ്സായവരോട് പറയാനുള്ളത്, നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 15-ാം തീയതി ഉള്ളിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തണം. അതിൻ്റെ ഫീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് അറിയിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ നിലവിൽ ക്ലാസ്സുകൾ നടന്നിരുന്ന സെൻറ്ററുകളിൽ തിയറി ക്ലാസ്സുകൾ എവിടേക്കാണോ നടന്നിരുന്നത് അവിടെയൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലീനെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ സമയം അറേഞ്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. ബി ക്ലാസ് സൂപ്പർവൈസറി തിയറി പരീക്ഷ എഴുതാൻ വേണ്ട യോഗ്യതകൾ ഒന്നുകൂടി പറയുകയാണ്. ITI കഴിഞ്ഞ് വയർമാൻ പെർമിറ്റ് എടുത്തവരാണെങ്കിൽ അവരൊരു കോൺട്രാക്റ്റ് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ട് 2 വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാം. അതേപോലെ അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ പെർമിറ്റ് എടുത്തതെങ്കിൽ നിങ്ങളുടെ പെർമിറ്റ് രജിസ്റ്റർ ചെയ്ത് 4 വർഷം ഒരു കോൺട്രാക്റ്റ് കീഴിൽ രജിസ്റ്റർ ചെയ്ത് 4 വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ അവർക്കും ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാം. 10ാം ക്ലാസ് തോറ്റവർക്കും ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ, അവർക്ക് പെർമിറ്റ് ലഭിച്ച് കോൺട്രാക്റ്റ് കീഴിൽ രജിസ്റ്റർ ചെയ്ത് C ക്ലാസ് ലൈസൻസ് ലഭിച്ച് 10 വർഷം തികഞ്ഞിട്ടുണ്ടാവണം. 10 വർഷം തികഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്, ബി ക്ലാസ് സൂപ്പർവൈസർ ആവാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ക്ഷമയും, അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ഫുൾ ഡേയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ഈവനിങ് സമയമോ നിങ്ങൾ മാറ്റി വയ്ക്കാൻ നിങ്ങൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ കഷ്ടപ്പാടിന് വാല്യൂ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ബി ക്ലാസ് സൂപ്പർവൈസർ ആവാൻ കഴിയുള്ളൂ.
അതിൽ പ്രത്യേകം ഞങ്ങൾ പറയുന്നത് പോലെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അത് പ്രാക്ടിക്കൽ ക്ലാസ്സിനാണെങ്കിലും ഏത് തിയറി ക്ലാസ്സിനാണെങ്കിലും വയർമാൻ ക്ലാസ്സിനാണെങ്കിലും സി ക്ലാസ് ആണെങ്കിലും ഏത് തരം നമ്മുടെ സർവീസ് ആണെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡയറക്ഷൻ തരും, അത് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ വിളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.